മഞ്ചേശ്വരം MLA AKM അഷ്റഫിന്റെ നിരന്തര ഇടപെടൽ ഫലം കണ്ടു. കുമ്പള കഞ്ചിക്കട്ട റെഗുലേറ്റർ കം ബ്രിഡ്ജ് പുനർനിർമ്മാണത്തിന് നബാർഡിൽ നിന്ന് 27 കോടി 10 ലക്ഷം രൂപ അനുവദിച്ചു. This news sponsored by Yenapoya Speciality Hospital, Kodiyal Mile, Mangalore. കാലപ്പഴക്കത്താൽ തകർന്ന കുമ്പള പുഴയ്ക്ക് കുറുകെയുള്ള കഞ്ചിക്കട്ട റെഗുലേറ്റർ കം ബ്രിഡ്ജ് പുനർനിർമ്മാണത്തിന് നബാർഡ് 27 കോടി 10 ലക്ഷം രൂപ അനുവദിച്ചതായി AKM അഷ്റഫ് MLA അറിയിച്ചു. നടപ്പ് വർഷത്തെ RIDF-ൽ ഉൾപ്പെടുത്തിയാണ് ഫണ്ട് അനുവദിച്ചത്. 2024 ഏപ്രിൽ മാസത്തിൽ പാലം അടച്ചിട്ടാണ് ജില്ലാ കളക്ടർ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചത്. ഇതോടെ കുമ്പള പഞ്ചായത്തിലെ കഞ്ചിക്കട്ട, മളി, കുണ്ടാപ്പു, താഴെക്കൊടിയമ്മ, ആരിക്കാടി, ചിത്രമ്പള്ള, ചൂരത്തടുക്ക, ഉജാർ തുടങ്ങിയ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾ, കർഷകർ ഉൾപ്പെടെയുള്ളവർക്ക് കുമ്പള നഗരത്തിലെത്താൻ അധിക ദൂരം സഞ്ചരിക്കേണ്ടി വന്നു. ഇതോടൊപ്പം കാർഷിക ആവശ്യത്തിനുള്ള ജലലഭ്യത നിലയ്ക്കുകയും ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുകയും കുടിവെള്ളം പോലും ലഭിക്കാതെ ദുരിതം അനുഭവിക്കുകയുമാണ്. കഴിഞ്ഞ 2 വർഷമായി AKM അഷ്റഫ് MLA വിഷയത്തിൽ നിരന്തര ഇടപെടൽ നടത്തിവരുന്നുണ്ട്. സഭയിൽ സബ്മിഷനായും നിരവധി തവണ ചോദ്യങ്ങളായും ഉന്നയിച്ചിരുന്നു. ഇതിന്റെ ഫലമായി ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്ന് പാലത്തിന്റെ ഡിസൈൻ, DPR എന്നിവ വേഗത്തിലാക്കി. ജനപ്രതിനിധികളുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളെ ഉൾപ്പെടുത്തി സർവകക്ഷി സംഘം മന്ത്രിമാരെ കാണുകയും ചെയ്തിരുന്നു. നബാർഡ് പദ്ധതികളുടെ മുൻഗണന നിശ്ചയിക്കുന്ന ഉന്നതതല യോഗത്തിന് മുന്നോടിയായി ചീഫ് സെക്രട്ടറി, ധനകാര്യ വകുപ്പ് സെക്രട്ടറി തുടങ്ങിയവരെ കണ്ട് MLA ജനങ്ങളുടെ പ്രയാസങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഈ വർഷം ജനുവരിയിൽ ധനകാര്യ വകുപ്പ് വിശദമായ പദ്ധതി റിപ്പോർട്ട് നബാർഡിന് സമർപ്പിച്ചത്. നബാർഡ് ആസ്ഥാനത്ത് അധികൃതരുമായി ജനുവരി 29-ന് MLA ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നബാർഡ് ടീം പദ്ധതി പ്രദേശം സന്ദർശിച്ച് അനുകൂല റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഫെബ്രുവരി 25-ന് MLA വീണ്ടും നബാർഡിലെ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി ഈ സാമ്പത്തിക വർഷം തന്നെ ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിന്റെ ഭാഗമായി ഫണ്ട് അനുവദിച്ചതായി കഴിഞ്ഞ ദിവസമാണ് നബാർഡ് ഓഫീസിൽ നിന്നും MLAക്ക് അറിയിപ്പ് ലഭിച്ചത്. പദ്ധതിക്ക് അധികമായി ആവശ്യമുള്ള ഭൂമി സ്വകാര്യ വ്യക്തികളിൽ നിന്ന് നാട്ടുകാരും ആക്ഷൻ കമ്മിറ്റിയും പണം സ്വരൂപിച്ച് വില കൊടുത്ത് വാങ്ങുകയും ചെയ്തിരുന്നു. സാങ്കേതിക അനുമതിയും ടെൻഡർ നടപടികളും ഉടൻ പൂർത്തീകരിച്ച് പ്രവൃത്തി തുടങ്ങുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി AKM അഷ്റഫ് MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.